നമസ്കാരം. ഒരു കാലത്ത് സമ്പന്നരുടേത് മാത്രമെന്ന് കരുതിയിരുന്ന വിമാനയാത്ര ഇന്ന് സാധാരണക്കാരുടെയൊക്കെ തന്നെ ഒരു യാത്രാ സംവിധാനമായി മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ജോലിക്കായും പഠിത്തത്തിനും അതുപോലെ ബിസിനസ് ആവശ്യത്തിനുമൊക്കെ പറക്കുന്ന എത്രയോ മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലായ്പ്പോഴും വിമാനയാത്രയ്ക്കായി ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച വിമാന സർവീസുകൾ ഏതാണ് എന്ന് തിരക്കിയിട്ട് തന്നെയാണ്. ഒരു വിദേശ രാജ്യത്തേക്കും മറ്റും നമ്മൾ പോകുമ്പോൾ അത്രയും ദൂരം വിമാനത്തിനുള്ളിൽ കഴിയുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു ശരിക്കും വിരസതയാർന്ന ഒരു യാത്രയായിരിക്കും. പക്ഷേ അതിനെ എങ്ങനെ കൂടുതൽ സന്തോഷപ്രദമാക്കാം എന്നുള്ളതാണ് ഓരോ വിമാന കമ്പനിയും യാത്രക്കാർക്കായി നൽകുന്ന അല്ലെങ്കിൽ അവർ അതിന് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. സിംഗപ്പൂർ എയർലൈൻസിനാണ് ഈ ബഹുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ കരുതും കാത്തേ പസഫിക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർവേസും അല്ലെങ്കിൽ അമേരിക്കൻ എയർലൈൻസും ഒക്കെ പോലെയുള്ള വൻകിട എമിറേറ്റ്സൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വിമാനങ്ങൾക്കാണ് ലോകത്തെ ഏറ്റവും മികച്ച വിമാന സർവീസിനുള്ള ആ ഒരു ഒന്നാം സ്ഥാനത്തേക്കുള്ള ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. മണി സൂപ്പർ മാർക്കറ്റ് എന്ന ട്രാവൽ ഇൻഷുറൻസ് സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. അവർ നിയോഗിച്ച വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് സിംഗപ്പൂർ എയർലൈൻസിനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച വിമാന സർവീസായിട്ട്. കാരണം ഇവരുടെ വിമാനങ്ങളൊക്കെ തന്നെ ഏറ്റവും പുതിയതാണ്, എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുള്ളതാണ്, ഏറ്റവും മികച്ച ഭക്ഷണം, മറ്റ് സേവനങ്ങൾ, അതുപോലെ ജീവനക്കാരുടെ പെരുമാറ്റം തുടങ്ങി ഒരുപാട് മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇതിലെ ലോകത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനി ഏതാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിമാന കമ്പനികളായ അമേരിക്കൻ എയർലൈൻസും യുണൈറ്റഡ് എയർലൈൻസും ഈ പട്ടികയിൽ ഏറ്റവും പുറകെയാണ്. 19 വിമാന കമ്പനികളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ എയർലൈൻസിനാണ് എങ്കിൽ 19ാം സ്ഥാനം അമേരിക്കൻ എയർലൈൻസിനാണ്. അതിന് തൊട്ട് മുമ്പ് 18ാം സ്ഥാനം യുണൈറ്റഡ് എയർലൈൻസിനുമാണ്. ഈ രണ്ട് വിമാന കമ്പനികളുടെയും പ്രധാന എതിരാളിയായ ഡെൽറ്റ എയർലൈൻസ് ആകട്ടെ 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ 19 എണ്ണത്തിലും ഒരു ഇന്ത്യൻ വിമാന കമ്പനി ഉൾപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കാരണം ഇന്ത്യയിൽ എയർ ഇന്ത്യ ഉണ്ട്, അതുപോലെ ഒരുപാട് സ്വകാര്യ വിമാന കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ അവ ഒന്നും തന്നെ ഈ പട്ടികയിലില്ല എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ ഇന്ത്യക്കാരാകട്ടെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കൂടുതൽ എമിറേറ്റ്സ് പോലെയുള്ള വിമാന കമ്പനികളാണ് ആശ്രയിക്കാറുള്ളത്. അതുപോലെ വിദേശ വിമാന കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതിലൊക്കെ തന്നെ സഞ്ചരിക്കാനാണ് പലരും താല്പര്യപ്പെടുന്നത്. അല്ല, ഈ വിമാന കമ്പനികൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിൽ സഞ്ചരിക്കാനായി താല്പര്യപ്പെടുന്നത്. 2ാം സ്ഥാനം ഖത്തർ എയർവേസിനാണ്, 3ാം സ്ഥാനം കാത്തേ പസഫിക്കിനാണ്. ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രമുഖമായ കമ്പനികൾ തന്നെയാണ്. ഇവരുടെ കൈവശമുള്ളത് ലോകത്തെ ഏറ്റവും അത്യന്താധുനിക വിമാനങ്ങളാണ്. എയർബസിൻ്റെയും ബോയിങ്ങിൻ്റെയൊക്കെ തന്നെ ഏറ്റവും അധികം വിമാനങ്ങൾ വാങ്ങുന്നത് ഈ കമ്പനികളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സുഖകരമായ ഒരു യാത്ര ഉറപ്പ് നൽകാൻ ഈ വിമാന കമ്പനികൾക്കും അവരുടെ വിമാനങ്ങൾക്കും അതിൻ്റെ ജീവനക്കാർക്കും എല്ലാം കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. ഏവിയേഷൻ ബെഞ്ച് മാർക്കിംഗ് സ്ഥാപനമായ സ്കൈ ട്രാക്സിലെ റേറ്റിങ്ങുകൾ, റിവ്യൂ പ്ലാറ്റ്ഫോമായ എയർലൈൻ ക്വാളിറ്റിയിലെ റിവ്യൂകൾ, ട്രിപ്പ് അഡ്വൈസർ, ട്രസ്റ്റ് പൈലറ്റ് തുടങ്ങിയവയിലെ ഉപഭോക്താക്കളുടെ കമൻറ്റുകൾ എന്നിവയ്ക്കൊപ്പം UK ഉപഭോക്തൃ സംഘടനയായ വിച്ചിൻ്റെ സമയകൃത്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി വിശകലനം ചെയ്താണ് ഈ സൂചിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിലെ 2 വിമാന കമ്പനികൾ അമേരിക്കൻ എയർലൈൻസും യുണൈറ്റഡ് എയർലൈൻസും സമയനിഷ്ഠയുടെ കാര്യത്തിൽ മറ്റെല്ലാ വിമാന കമ്പനികളെക്കാളും മുന്നിലാണ് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള സേവനങ്ങളൊക്കെ തന്നെ വളരെ പിന്നോക്കാവസ്ഥയിലാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ പട്ടികയിൽ ഏറ്റവും പുറകിലായിപ്പോയത്. സമയനിഷ്ഠ എന്ന് പറയുന്നത് ലോകത്തെ ഏത് സ്ഥാപനത്തെയും വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ ഈ 2 വിമാന കമ്പനികളും ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഈ സൂചിക കാണിക്കുന്നത്. ഏതായാലും ഈ പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ യുണൈറ്റഡ് എയർലൈൻസ് അവരുടെ നിലവിലുള്ള സ്ഥിതിഗതികൾ മാറ്റാൻ നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പുതിയതായി ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട 30ലധികം വിമാനങ്ങൾ വാങ്ങാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ വിമാനങ്ങളായി ഇപ്പോൾ എത്തുകയും അങ്ങനെ അതിലെല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടി, അതായത് മോണിറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഏറ്റവും ആധുനികമായ രീതിയിലുള്ള വിമാനങ്ങളാണ് ഈ പുതിയതായ ഡ്രീം ലൈനറിൻ്റെ ഭാഗമായി ബോയിങ് പുറത്തിറക്കുന്നത്. അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പൂർവാധിമ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ വിമാന കമ്പനികൾ അടുത്ത വർഷമെങ്കിലും ഇക്കാര്യത്തിൽ ഈ പട്ടികയിൽ പെടും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കാരണം ലോകത്തെ ഏറ്റവും മികച്ച 19 വിമാന കമ്പനികളിൽ അതിൽ ഇന്ത്യൻ കമ്പനി ഇല്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ, നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ശരിക്കും ഈ ലോകത്തെ എല്ലാ വിമാന കമ്പനികൾക്കും ബാധകമാകുന്ന തരത്തിൽ തന്നെയാണോ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. എങ്കിലും വിശ്വാസയോഗ്യമായ ഒരു സ്ഥാപനം തന്നെയാണ് ഈ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട എയർലൈനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലെ ലേഖനങ്ങളും അവരുടെ റിവ്യൂ ഒക്കെ തന്നെ വിലയിരുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഏതായാലും സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ് നിങ്ങൾക്ക് ദീർഘദൂര യാത്ര നടത്തണമെങ്കിൽ
അതിന് ഏറ്റവും അനുയോജ്യമായ വിമാന കമ്പനി എന്ന് തന്നെയാണ് ഈ ഒരു റിവ്യൂ തെളിയിക്കുന്നത്.